ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഫൈനൽ കീ വന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ദിവസമായല്ലോ ആക്ച്വലി. അപ്പോൾ ഒരുപാട് പേര് എന്നോട് അതിന്റെ ഡൗട്ട്സ് എല്ലാം ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി പഞ്ചായത്ത് സെക്രട്ടറി എക്സാം കഴിഞ്ഞ് പ്രൊവിഷണൽ ആൻസർ കീ വന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആൻസർ കീ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏകദേശം ഒരു കട്ട് ഓഫ് നമ്മൾ പറഞ്ഞായിരുന്നു. 90 ആണ് നമ്മൾ കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഒരുപാട് രീതിയിലുള്ള കട്ട് ഓഫ് പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. 100 പറഞ്ഞവരുണ്ട്, 75 പറഞ്ഞവരുണ്ട്, 110 പറഞ്ഞവരുണ്ട്. ഓക്കെ, എന്നെ പോലെ തന്നെ 90 പറഞ്ഞവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് കൃത്യമായ എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഫൈൻ, ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് ഫൈനൽ കീ ഉണ്ട്. ഈ ഫൈനൽ കീ വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്താണ് ഫൈനൽ കീയുടെ അനാലിസിസ് എന്നതിനെ കുറിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? സോ എന്റെ പേര് കിരൺ. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, നമ്മൾ എന്താ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 13-15 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആൻസർ ചേഞ്ച് ചെയ്യും. ഇതിനനുസരിച്ച് കുറെ സ്റ്റുഡൻസ് ചോദിച്ചായിരുന്നു, ആൻസേഴ്സ് എല്ലാം ചോദിച്ചായിരുന്നു. നമ്മൾ ആൻസേഴ്സ് എല്ലാം കൊടുത്തായിരുന്നു, കറണ്ട് ആൻസേഴ്സ്. പിന്നെ നമ്മളൊരു എക്സ്പ്ലനേഷൻ PSCയുടെ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്തായിരുന്നു. അതായത് ഇങ്ങനൊരു പുതിയ എക്സാം ഇടുമ്പോൾ ഇത്രയും എന്താ പറയാ, കോമ്പറ്റേറ്റീവ് ആയിട്ട്, അതായത് പോസ്റ്റും കുറവുള്ള ഒരു എക്സാം, ഈവൻ ക്വസ്റ്റ്യൻസ് തന്നെ റോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വൈ ഡിഡ് ദേ ഡു ദിസ് എന്ന രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഇതാണ് നമ്മൾ നോർമൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ 12 ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ചെയ്തു, 3 ആൻസർ ചേഞ്ച് ചെയ്തു. നമുക്ക് എന്താ കിട്ടിയത്? ഓക്കെ, കറക്റ്റ് ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസ് കൂടി അവർ ക്യാൻസൽ ചെയ്തു. ഓക്കെ, തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറഞ്ഞ് അതിന്റെ സോഴ്സ് വരെ കാണിച്ചു കൊടുത്ത ക്വസ്റ്റ്യൻസ് അവർ എന്ത് ചെയ്തിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് എന്റെ ഒരു പ്രഡിക്ഷൻ, ഞാൻ പ്രിറ്റി ഷുവർ ആണ്, ഓൾമോസ്റ്റ് എവരിബഡി, എല്ലാവരുടെയും മാർക്കിൽ ഒരു കുറവ് വന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? വലിയ കുറവ് വന്നിട്ടുണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്, മാർക്കിൽ ഒരു കുറവ് വന്നിട്ടുണ്ടാവും. ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിട്ടുണ്ടാവുക ബോർഡർ ലൈനിൽ നിൽക്കുന്നവരായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ 100-ന് മുകളിൽ വേണം, അല്ലെങ്കിൽ അറൗണ്ട് ഒരു 110 അല്ലെങ്കിൽ ഒരു 15 അങ്ങനെയൊക്കെ മാർക്ക് വേണം, മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളവര് പെട്ടെന്ന് 100-ന് താഴിലോട്ട്, അല്ലെങ്കിൽ 97, 98 ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നേരത്തെ കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് കുറച്ചുകൂടി കോൺഫിഡൻസ് കുറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. ഇതാണ് ടോട്ടൽ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഞാൻ അനാലിസിസ് ചെയ്യും. ഓക്കെ അല്ലേ? എന്താ പറയാ, ഇപ്പൊ ഫൈനൽ ആൻസർ കീ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ പുറത്ത് ഇനി എന്താ അപ്പീലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലല്ലോ. അപ്പൊ എന്താണോ ആൻസർ കീ വന്നത് അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് നോക്കേണ്ടത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന പോലെ ഒരു PSC കിട്ടണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്നിന്റെ പേര് ഹാർഡ് വർക്ക്, നമ്മൾ എല്ലാവരും ചെയ്യാൻ തയ്യാറാവണം. നമ്പർ 2 സ്മാർട്ട് വർക്ക്, അതാണ് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ ഭാഗം വീട്ടണം, എന്ന കറണ്ട് അഫയർ എങ്ങനെ ചെയ്യണമെന്നുള്ള വർക്കിംഗ് നമ്മളൊക്കെ പറയും, ടൈം ടേബിൾ ഒക്കെ തരും. മൂന്നാമത്തെയാണ് ലക്ക്. PSCയിൽ 2 തരത്തിലുള്ള ലക്കാണ് ആവശ്യം. ഒന്ന്, നിങ്ങൾ ഏത് സ്റ്റേജിൽ പെടും, അല്ലെങ്കിൽ രണ്ടാമത്തെ, നമ്മൾ ആൻസർ കറക്റ്റായ ആൻസർ കിട്ടുക, എത്ര ക്വസ്റ്റ്യൻസ് അവർ ക്യാൻസൽ ചെയ്തു. ഇതെല്ലാം പോലെ ഇരിക്കും സിറ്റുവേഷൻ. ഇത്രയും ഓക്കെ ആണ്, ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കട്ട് ഓഫ്? നേരത്തെയും ഞാൻ പറഞ്ഞ കട്ട് ഓഫ് 90 ആണ്, ഇപ്പോഴും ഞാൻ പറഞ്ഞ കട്ട് ഓഫ് 90 തന്നെയാണ്. ഓക്കെ അല്ലേ? സർ കൂടുന്നു പറയുന്നവരുണ്ട്, കുറയുന്നു പറയുന്നവരുണ്ട്. ഇത് ഞാൻ പറയാൻ അന്ന് പറഞ്ഞ അതേ കാരണം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ്, ഈ എക്സാം വരുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 250ഓളം വേക്കൻസീസ് ആണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ നമ്പർ ഓഫ് വേക്കൻസി കുറയാനുള്ള സാധ്യതയാണ് നമ്മൾ നോർമലി കാണുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വേക്കൻസി വരും എന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഓക്കെ, ഒരു 200 അല്ലെങ്കിൽ ഒരു 100+, അല്ലെങ്കിൽ 150 എന്നൊക്കെ റേഞ്ചിലാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാവുമ്പോൾ ഒരു ലിസ്റ്റ് എന്ന രീതിയിൽ ഒരു കാര്യം പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബേസിക് മാർക്കിനെയാണ് നമ്മൾ കട്ട് ഓഫ് എന്ന് വിളിക്കുന്നത്. ആ കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത് 90. ഈ 90 കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടി എന്നത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. സാർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, സമ്മതിച്ചു. ലിസ്റ്റിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഓക്കെ അല്ലേ? നിങ്ങൾ ടോപ്പ് ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ജോലി കിട്ടിയെന്ന് ഉറപ്പിക്കാൻ പറ്റുക. അതും പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള എക്സാമിൽ ഉറപ്പായിട്ടും എന്ത് വേണം, ടോപ്പ് വേണം. ബിക്കോസ് അതിന്റെ വേക്കൻസീസ് കുറവാണ്. ഓക്കെ, സോ എന്താണ് ഈ സിറ്റുവേഷൻ? ഒരു 120 മുകളിലുണ്ടോ നിങ്ങൾക്ക് ജോലി കിട്ടുന്നുള്ള കാര്യം ഏകദേശം ഷുവറാണ്. 110 to 120 ഉണ്ടോ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്.
ഓക്കെ. 100 to 110 ആണോ? നിങ്ങൾക്ക് എന്തുണ്ട്? വേക്കൻസിയുടെ അനുസരിച്ചാണ് എന്തുണ്ടാവുക, നിങ്ങളുടെ ചാൻസ് ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാവരും പ്രോപ്പർ ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ സാർ, ഇതാണോ ഫൈനൽ? അല്ല. ഓക്കെ, ഇതൊരു എക്സാക്ട് പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ ഏകദേശം എല്ലാം എന്താണ് ശരിയായിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫൈൻ. നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഒരാൾക്കും അറിയില്ല എക്സെപ്റ്റ് PSC എന്നാണ്. PSCയുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ളത് മാത്രമാണ് PSCയുടെ പണി. ഗവൺമെന്റ് ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഏകദേശ വേക്കൻസി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു 4 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി, അതാണ് PSC കൊടുക്കുന്ന ലിസ്റ്റ് പ്ലസ് സപ്ലിമെന്ററി ഉണ്ടെങ്കിൽ ആ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയല്ലേ ഒരു ലിസ്റ്റ് പ്രിപ്പറേഷൻ ഉണ്ടാവുക. കറക്റ്റ്. അതൊന്നും എത്ര പേരെ എടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. ദാറ്റ് മീൻസ് എത്ര വേക്കൻസീസ് വരുന്നുള്ളത് ഫൈനലി ഗവൺമെന്റ് കിട്ടുന്ന ലിസ്റ്റ് പോലെ ഇരിക്കും എന്റെ കാര്യം. ഇങ്ങനെ ഒരു എക്സാം ആദ്യമായിട്ട് നടത്തുന്നത്, അതായത് പേപ്പർ 1, പേപ്പർ 2 എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു പ്രോബിലിറ്റി മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഇന്റേണൽ പോളാണ്. അതായത് ഓൾറെഡി എക്സാം എഴുതിയിട്ടുള്ള ആളുകൾ ചേർന്ന് ഒരു പോൾ നടത്തുന്നു, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഏത് പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം, ഒരുപാട് പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻക്ലൂഡിങ് നമ്മുടെ ചാനൽ തന്നെ പോൾ ഉണ്ട്. അതെല്ലാം കൺസിഡർ ഉണ്ടാവും. അത് നമ്മുടെ ചാനലുള്ള പോൾ തന്നെയാണെങ്കിൽ 30% എറർ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ സ്റ്റുഡൻസ് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ എന്ത് ചെയ്യും, ഹൈ മാർക്ക് ആ പോളിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു 30% എറർ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫൈനൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ നമ്മൾ പോൾ നമ്മുടെ ചാനലിൽ ഇടും. @Kiran Study Circle 1 2 3. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? ഓക്കെ അല്ലെ? നിങ്ങളുടെ മാർക്ക് കറക്റ്റ് ആയിട്ട് അത് എത്രയാണോ മാർക്ക് അതെന്ത് ചെയ്യുക, അതൊന്ന് അതിൽ കൊടുക്കുക. ഓക്കെ അല്ലെ? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തതിനു ശേഷം ഓൺലി റഫറൽ, അതായത് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യല്ല. നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഷെയർ ആണല്ലോ പറയാ, ഇതിൽ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകൾക്ക് മാത്രം, അതായത് എക്സാം എഴുതിയിട്ടുണ്ട് അവരുടെ മാർക്ക് ഇത്രയാണ് എന്ന ആളുകൾക്ക് മാത്രം ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറയാം. ഈ ചാനലിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസ്, അതായത് ഈ എക്സാം എഴുതാത്തവര്, പുതുതായിട്ട് വന്നവര്, അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഈ പോൾ ദയവ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യരുത്. ഓക്കെ അല്ലേ? അതേപോലെ എന്താണ്, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസിഡറേഷൻ കാണിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, ഒരു അക്യുറേറ്റ് ഐഡിയ കിട്ടുള്ളൂ. അതേപോലെ ഒരു അക്യുറേറ്റ് പ്രിഡിക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഏറ്റവും ചെയ്യേണ്ടത് സത്യസന്ധമായിട്ട് എന്താണോ മാർക്ക് കിട്ടിയിരിക്കുന്നത് ആ മാർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ബിക്കോസ് ഇത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി മാത്രമല്ല, ഇനി അടുത്ത് നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും സെയിം രീതിയാണ്. പേപ്പർ 1, പേപ്പർ 2. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ഏകദേശം എന്താണ് സിറ്റുവേഷൻ ഉള്ളത്. ആ സമയത്ത് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് കട്ട് ഓഫിന് വേണ്ടിയിട്ടല്ല, ജോലി കിട്ടാൻ വേണ്ടി പറയാൻ പറ്റും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെ കുറിച്ച് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഐഡിയ വരും. ഇതെല്ലാം അതിന് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഇതിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഫൈനൽ ഇയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ പറയാ, ആ ചാനലുണ്ട്, അതിൽ ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ കഴിയുന്നത്ര ഫ്രണ്ട്സിന്, അതായത് എഴുതിയിട്ടുള്ള ആളുകളുടെ മാർക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, നമുക്ക് കുറെ കൂടി അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അല്ല നിങ്ങൾ ഇതൊന്ന് വേറിട്ടൊരു സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്, അല്ല നിങ്ങൾക്ക് തോന്നുന്നത് വേറെ എന്തെങ്കിലും ഒരു മെത്തേഡാണ്, അല്ല ഈ മെത്തേഡ് അക്യുറേറ്റ് അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്, എന്താണെങ്കിലും കമന്റിൽ ചെയ്യാം. ഓക്കെ അല്ലേ? സോ വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ്. ആരൊക്കെയാണോ 120, 110 ആ ലെവലിലൊക്കെ ഉള്ളത് അവർക്ക് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എന്താ പറയുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ബാക്കിയുള്ളവർ ചെറിയ മാർക്കിന് പോയവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മള് അതിൽ ഡിപ്രഷൻ അടിച്ചിരിക്കാനുള്ള സമയമില്ല നമുക്ക്, കാരണം സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട്. ഐ നോ വളരെയധികം കഷ്ടമുള്ള സമയമായിരിക്കും, കാരണം കുറച്ച് മാർക്കിനായിരിക്കും നമുക്കൊരു ഫീലിങ്സ് വരിക, അയ്യോ കോൺഫിഡൻസ് പോയല്ലോ എന്നുള്ളത്. അതെല്ലാം ഒന്ന് ഓവർകം ചെയ്യുക. അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഈ പറ്റിയ തെറ്റുകൾ സെക്രട്ടറി അസിസ്റ്റന്റിൽ എന്ത് ചെയ്യരുത്, കൊണ്ടുവരരുത്. നന്നായിട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുക.
ഓക്കെ ആണല്ലോ. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇതേപോലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ